നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ദേശീയ അഗ്നിരക്ഷാ ദിനം. കോതമംഗലം സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കോതമംഗലം ഫയർ സ്റ്റേഷന്റെ കീഴിലുള്ള ഭൂതത്താൻകെട്ട് ഡാമിലെ ബോട്ട് ലാൻഡിംഗിലായിരുന്നു മോക്ക് ഡ്രിൽ. ദേശീയ അഗ്നിരക്ഷാ ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. കോതമംഗലം ഫയർ സ്റ്റേഷന്റെ കീഴിലുള്ള ഭൂതത്താൻകെട്ട് ഡാമിലെ ബോട്ട് ലാൻഡിംഗിൽ നടത്തിയ മോക്ക് ഡ്രിൽ അപ്രതീക്ഷിതമായതിനാൽ കാണികൾക്കും വിനോദയാത്രികർക്കും ഒരേപോലെ കൗതുകകരവും സ്തോഭജനകവുമായി. 82ാമത് ദേശീയ അഗ്നിരക്ഷാ സേവന ദിനമാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ഒരു മോക്ക് ഡ്രില്ല് ഇവിടെ ഭൂതത്താൻകെട്ട് ബോട്ട് ചെട്ടയിൽ ഞങ്ങൾ കോതമംഗലം അഗ്നിരക്ഷാ നിലയവും സിവിൽ ഡിഫൻസും ഒരുമിച്ച് സംയുക്തമായിട്ട് ഇവിടെ ഒരു മോക്ക് ഡ്രില്ല് സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഇവിടെ ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ എങ്ങനെയാണ് അഗ്നിരക്ഷാസേന അവരുടെ ട്രെയിനിങ്ങും ടെക്നിക്സും ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കൃത്യമായിട്ട് വീണ്ടെടുക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ കൂടെയൊക്കെ മാത്രം കണ്ടു പരിചയമുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഗ്നിരക്ഷാസേനയുടെ സേവനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനോ എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്നും ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം മോഡേണൈസ് ആയിട്ടുണ്ട് അഗ്നിരക്ഷാസേനയൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല. അപ്പോൾ അത് സേനയുടെ മാറിയ മുഖം പരിചയപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ദിനം നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്തിയത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഉദ്ദേശം നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രയൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രണ്ടുപേര് ഒരു ചെറിയ ഡ്രാമയിലാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വള്ളത്തിൽ രണ്ടുപേര് വരികയും അവരിൽ ഒരാൾ വഴക്കുണ്ടായി നേരെ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്നതായിട്ട് ഒരു ഡ്രാമ ഇവിടെ ഞങ്ങൾ കളിച്ചു. അതിനുശേഷം വെള്ളത്തിൽ ഒരാൾ മുങ്ങി താഴെ പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കരയിലേക്ക് എത്തി ഇന്നതുപോലെ എൻ്റെ കൂട്ടുകാരൻ വെള്ളത്തിൽ വീണു, അയാളെ രക്ഷിക്കണം, ഫയർഫോഴ്സിനെ വിളിക്കണം എന്നുള്ള ഒരു അപകട സന്ദേശം കരയിലുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നമ്മൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ കൃത്യമായ ഇടപെടലിൽ ഫയർ സ്റ്റേഷൻ കോതമംഗലത്തേക്ക് വിളിച്ചു പറയുകയും അവിടുന്ന് കോതമംഗലം സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സേന അടിയന്തരമായിട്ട് ഉടനെ ഇവിടെ എത്തുകയും നമ്മുടെ ഡിങ്കി സ്കൂബ വാൻ ഉപയോഗിച്ച് അതിൽ സ്കൂബ സെറ്റ് ധരിച്ചുള്ള ഡൈവേഴ്സ് ഉടനെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും അത് നമ്മുടെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്രൊഫഷണലായി വെള്ളത്തിൽ അടിയിൽ മുങ്ങിപ്പോയ ആ ഒരു കാഷ്വാലിറ്റിയെ, ആ ഒരു വ്യക്തിയെ നമ്മൾ വീണ്ടെടുക്കുകയും ചെയ്തു. വെള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രണ്ടുപേർ വഴക്കിടുന്നതും ഒരാൾ വെള്ളത്തിൽ വീഴുന്നതും ഉടനെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നതുമായ നാടകീയ രംഗങ്ങളാണ് കാണികളിൽ സ്തോഭം നിറച്ചത്. അഗ്നിശമന സേനയുടെ സ്കൂബ ടീം ജലമാർഗം സംഭവ സ്ഥലത്തെത്തി വെള്ളത്തിൽ വീണ ആളെ രക്ഷിക്കും വിധമായിരുന്നു മോക്ക് ഡ്രില്ലിന്റെ സംവിധാനം. സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷായുടെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവർമാരായ SFRO സിദ്ദിഖ് ഇസ്മായിൽ, ഷാജി എന്നിവർ സ്കൂബ സെറ്റ് ധരിച്ച് രക്ഷാദൗത്യം ഏറ്റെടുത്തു. നമുക്കിപ്പോൾ 2 എക്യുപ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അത് നമ്മുടെ സ്കൂബ സെറ്റിൻ്റെ അതേ ലെങ്ത് തന്നെ 120 മീറ്റർ പോകാനുള്ള 120 മീറ്റർ അടി പോകാനുള്ള വയർ റോപ്പ് അതിനകത്തുണ്ട്. പിന്നെ മറ്റേ ROV, അതായത് സ്കാനറും ക്യാമറയോടും കൂടിയ സാധനം കൂടി നമുക്ക് അതിനകത്ത് പുതിയതായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാര്യങ്ങൾ നമ്മൾ ഞങ്ങളുടെ കോതമംഗലത്താണ് ഇതിൻ്റെ സ്കൂബയുടെ തുടക്കം. ഞങ്ങൾ ഒരു 11 പേരാണ് അന്നുണ്ടായിരുന്നത്. ഈ 11 പേരാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജീവനക്കാരെ സ്കൂബ പഠിപ്പിച്ചത്. 2018 അതിനുശേഷം 2018 എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ IITWR എന്ന് പറഞ്ഞ അക്കാദമി വന്നത്. സ്കൂബയുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അന്ന് സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മുകളിൽ നിൽക്കുന്ന എത്തപ്പോൾ നമ്മൾ 100 അടി താഴ്ചയിലാണെങ്കിലും 50 അടി താഴ്ചയിലാണെങ്കിലും 50 അടി താഴ്ചയിലാണെങ്കിലും 100 അടി താഴ്ചയിലാണെങ്കിലും നമ്മൾ മുകളിലേക്കുള്ള ആളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന കയറയിൽ ഒരു കോഷണറി സിഗ്നൽ കൊടുത്താണ് നമ്മൾക്ക് ഞാൻ ഓക്കെയാണ് എന്ന് സിഗ്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. തുടർന്ന് നമ്മൾ താഴോട്ട് പോകുന്നതിന് 2 സിഗ്നൽ, താഴോട്ട് പോകുന്നതിന് 3 സിഗ്നൽ, മുകളിലേക്ക് പൊങ്ങിയാൽ 4 സിഗ്നൽ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് താഴെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് മുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സ്കാനറിൻ്റെ കേസ് നമുക്ക് ബോഡി ഏത് ലൊക്കേഷനാണെന്നുള്ള അത്യാവശ്യം സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ പിന്നെ ഈ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സ്കാൻ ചെയ്ത് ആ ഇന്ന സ്ഥലത്ത് ബോഡി ഉണ്ടെന്നൊരു ഐഡൻറ്റി മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് മാത്രം ഡൈവ് ചെയ്താൽ മതി. വെള്ളത്തിൽ വീണയാളെ കരയ്ക്കെത്തിച്ചു. അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് കരയിൽ നിന്ന സേനാംഗങ്ങളും വെള്ളത്തിനടിയിലേക്ക് പോയ മുങ്ങൽ വിദഗ്ധരും ആശയവിനിമയം നടത്തുന്ന കാഴ്ച കൗതുകകരമായി. ആധുനികവൽക്കരിക്കപ്പെട്ട അഗ്നിരക്ഷാ സേനയുടെ പുതിയ മുഖമാണിതെന്ന് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ ഷാ മീഡിയ 60യോട് പറഞ്ഞു. മോക്ക് ഡ്രില്ലിൽ ASTO സതീഷ് ജോസ്, SFRO റഷീദ്, സിദ്ദിഖ്, FRO ആബിദ്,
VM ഷാജി, സൽമാൻ, ഷെഹിൻ, അജിത്, അജനാസ്, ബേസിൽ, KG ഷാനവാസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ വിനോദ് നാരായണൻ, ജിനേഷ് കുമാർ, സനിൽ P ജോസഫ്, ജിൻസൺ ജോയ്, എബിൻസ് വർഗീസ്, സുനിൽ PK, ദിനൂപ് CM തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.